കൊല്ലം മൈലക്കാടുണ്ടായ ദേശീയപാത ദുരന്തം നീതി നിഷേധത്തിന്റെയും നിരുത്തരവാദിത്വത്തിന്റെയും തെളിവാണെന്ന് മനുഷ്യാവകാശ വിവരാവകാശ ഫോറം. അതിനാൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ യുക്തിപരമായി ചിന്തിക്കണമെന്ന് വിവരാവകാശ ഫോറം ഭാരവാഹികൾ പറഞ്ഞു. കൊല്ലം മൈലക്കാട്ടുണ്ടായ ദേശീയപാത ദുരന്തം നീതി നിഷേധത്തിന്റെയും നിരുത്തരവാദിത്വത്തിന്റെയും തെളിവാണെന്ന് മനുഷ്യാവകാശ വിവരാവകാശ ഫോറം ആരോപിച്ചു. ജനങ്ങൾ പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു കാര്യമാണ് നേരുള്ളവർ ജയിക്കണം, നേരെ നയിക്കുവാൻ. കാരണം കഴിഞ്ഞ കുറേ നാളത്തെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെയൊക്കെ ഭരണം നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ള ഓരോ വാർഡിലും ചില റോഡുകളൊക്കെ തീർക്കാതെ ഇട്ടിരിക്കുന്ന, മാസങ്ങളായിട്ട് പോലും തീർക്കാട്ടിരിക്കുന്ന സ്ഥിതി പോലും കരുനാഗപ്പള്ളി പഞ്ചായത്ത് നഗരസഭാ പ്രദേശത്ത്. അതുപോലെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നടപ്പാതയില്ലാത്ത സ്ഥിതികൾ ഒക്കെ തന്നെ സ്ഥിതിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വളരെ കാര്യങ്ങൾ ശ്രീമാൻ അജയൻ ഒക്കെ സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ വികസനത്തിൻ്റെ രംഗത്ത് ഇതൊരു തൊഴിലായി കണ്ടുകൊണ്ട് വരുന്ന ജനപ്രതിനിധികളായി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ഒരു തരത്തിലേക്ക് പോവുക. സമസ്ത മേഖലകളിൽ ഇന്ന് നടക്കുന്ന അഴിമതി ഒരു കാരണവശാലും ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു തരത്തായി പോകുമ്പോൾ ജനങ്ങൾ ഇത് കാണാതിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുവാൻ ഉപകരിക്കുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്താൻ തയ്യാറായി. നേരുള്ളവർ ജയിക്കണം, നേരെ നയിക്കുവാൻ. നമ്മുടെ നാടിൻ്റെ വികസനം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോകുവാൻ, അത് സ്വന്തം പോക്കറ്റിൽ ഒതുക്കുവാനും ആശ്രിതർക്ക് കൊടുക്കുവാനുമുള്ള ഒരു സമീപനം കുറേ കാലമായി നടന്നു വരികയാണ്. അതിന് ഒരു മാറ്റം വരുത്തുവാൻ സഹായകമായിട്ടാണ് ഞങ്ങൾ ഈ മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരരംഗത്ത് വരേണ്ടത് ജോലിയുള്ളവരാകണം. ജോലി ഇല്ലെങ്കിൽ അഴിമതി ഉണ്ടാവുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യേണ്ടി വരും. ഈ സാഹചര്യത്തിൽ വോട്ടർമാർ യുക്തിപരമായി ചിന്തിക്കണമെന്ന വിവരാവകാശ ഫോറം പ്രവർത്തകരായ അജയൻ, വിജയൻ, മുരളീധരൻ, രാജേഷ് കുമാർ തുടങ്ങിയവർ പറഞ്ഞു. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന്റെ കേളികൾ ഉയരുമ്പോൾ തന്നെ അഴിമതി ഒരു സർവ്വ ചർച്ചയായി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. ഏത് പത്രം നോക്കിയാലും അഴിമതിയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച. ഇന്നത്തെ ദേശീയ പത്രങ്ങളിൽ തന്നെ എടുത്താൽ നമുക്ക് കണ്ട വാർത്തയല്ല. കൊട്ടിയത്ത് മൈലക്കാട് റോഡ് തകർന്നു. ഇത് ജനസഹായി ഇലക്ഷൻ സെന്റർ പ്രോഗ്രാം തന്നെ ചെയ്യാൻ തന്നെ വെച്ചിരിക്കുക. കാരണം ഒരു ആയിരക്കണക്കിന് കോടി മുടക്കി ചെയ്യുന്ന ഒരു ദേശീയപാത പ്രവർത്തനം നോക്കാനില്ല ആള്, സൂപ്പർവൈസറിനെ കാണാനില്ല ആള്. നമ്മുടെ നാട്ടിലൊരു കൊച്ചു പഞ്ചായത്ത് റോഡ് പോലും ഗ്രാവൽ ചെയ്യണമെങ്കിൽ ഗ്രാവലിട്ട് നെറ്റിലിട്ട് വാട്ടർ റോഡ് ചെയ്താ ചെയ്യുന്നത്. കൊച്ചു ഗ്രാവൽ ഈ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ പോണ്ട നമ്മുടെ നാഷണൽ ഹൈവേ കടമണ്ണും ഉപ്പുമണ്ണും ഇട്ട് ഫില്ല് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ റോഡ് ഫില്ല് ചെയ്യുന്നത്. ആ അട്ടമണിക്കാരും കൊണ്ട് മണ്ണിൽ എൻ്റെ 20-30% കക്ക. ഇതെല്ലാം നീറിയാണ് റോഡ് തരുന്നത്. അവിടെയാണ് അഴിമതിയുടെ മുഖം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു മുന്നണിയും ഒരു കക്ഷിയും, അതാണ് ജനസഹായിയുടെ അഭിപ്രായം, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് റോഡ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ദേവൻ പറഞ്ഞത്. അതുകൊണ്ട് ജനത്തിന് എവിടെയാണ് അണ്ടർപാസ് വേണ്ടത്, സൗകര്യം വേണ്ടത്, നടപ്പാത വേണ്ടത്, അത് ചെയ്തുകൊണ്ട് വേണം റോഡ് ചെയ്യേണ്ടത് എന്നാണ് ഹൈക്കോടതി പലവട്ടം ഗവൺമെന്റ് താക്കീത് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.